അപ്പോൾ നമുക്കറിയാം അക്വ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബൂസ്റ്റർ. നമ്മളുടെ ഈ അക്വ പി എച്ച് ബൂസ്റ്ററിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് തികച്ചും നാച്ചുറലാണ്. അതായത് പലപ്പോഴും നമ്മൾക്ക് പല രീതിയിലുള്ള നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാൻ തരുന്ന എല്ലാം തന്നെ കെമിക്കലാണ്. എന്നാൽ ഇത് തീർത്തും നാച്ചുറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. മാത്രമല്ല ഇതിന് FSSAയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതായത് നമുക്കത് എഡിബിളാണ് എന്നാണ് അതിൻ്റെ അകത്ത് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് വ്യക്തമാക്കുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? നമുക്ക് വ്യക്തമായിട്ട് അതിനകത്ത് ടെസ്റ്റ് റിപ്പോർട്ടുണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് കാൽസ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം, സിലിക്ക ഇത് മൂന്നുമാണുള്ളത്. ഇത് മൂന്നും തന്നെ നമ്മുടെ മനുഷ്യനാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും പ്ലാന്റ്സിനാണെങ്കിലും ഏറ്റവും വേണ്ട 3 മൂലകങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ 3 മൂലകങ്ങൾ മാത്രമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിനും പല്ലിനും അതുപോലെ തന്നെ ചെടികൾക്കാണെങ്കിൽ അവരുടെ സ്കെലിറ്റൻ, അതായത് ചെടികളിൽ നമുക്ക് സൈലം എന്ന് പറയും, അതായത് അതിൻ്റെ ബോഡിയിലെ സ്ട്രക്ചറിന് നല്ല ദൃഢത കിട്ടാനും, അതോടൊപ്പം തന്നെ മൃഗങ്ങൾക്കാണ് ഇപ്പോൾ ഈ ഒരു കോഴി, ആ കോഴിയുടെ മുട്ട ഇടുമ്പോൾ നമുക്കറിയാം അതിന് ധാരാളം കാൽഷ്യം ഉണ്ടല്ലേ അതിൻ്റെ ഷെല്ല് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മൃഗങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ പാലിന് ധാരാളം കാൽഷ്യം. അതുകൊണ്ട് ഏതിനെ നോക്കിയാലും ചെടികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഏറ്റവും വേണ്ട ഒന്നാണ് കാൽഷ്യം കാർബണേറ്റ് അഥവാ കാൽഷ്യം ചെടികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഈ പ്രോഡക്റ്റിലുള്ളത് കാൽഷ്യം കാർബണേറ്റും മെഗ്നീഷ്യവും സിലിക്കയുമാണ്. അപ്പോൾ ഇത് മൂന്നും തികച്ചും നാച്ചുറലായിട്ട് ഒരു പ്രത്യേക തരം പാറ പൊടിച്ച് കിട്ടുന്ന പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് അത് ഉപയോഗിക്കാം. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് കിണറുകളുണ്ട് ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിണറുകളുള്ള നാട് കേരളമാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഒരു 50 ലക്ഷം ആണെങ്കിൽ പോലും 70 ലക്ഷത്തിലധികം ഉണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് റിപ്പോർട്ടിൽ 50. അപ്പോൾ ധാരാളം കിണറുകളുണ്ട്. ഈ കിണറുകളിലെ എല്ലാം വെള്ളം ഇപ്പോൾ പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ്. ഈ കിണറുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ വെള്ളത്തിൻ്റെ എല്ലാം pH 5-ൽ താഴെയാണ്. അപ്പം ഈ pH എന്താണ് എന്നൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജൻ അയോൺസ് എത്ര എണ്ണം അതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കെയിലാണ്. അതിനകത്ത് 0 മുതൽ 14 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 7 സെൻട്രൽ നില, 7 ന്യൂട്രൽ നില. അപ്പം ഏത് സബ്സ്റ്റൻസിൻ്റെയും ഞാൻ ഉദ്ദേശിച്ച ഇപ്പം വെള്ളത്തിൻ്റെ ആണെങ്കിലും ഒരു കൃഷിയിടത്തിലെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരു കൃഷിയിടമാണെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് ആ മണ്ണിൻ്റെ pH 7 ആയിരിക്കണം. ചെടികൾക്ക് ആ 7 എന്ന pH വളരുന്ന ചെടികളെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിനകത്ത് നല്ല ദൃഢത കാണും. അതോടൊപ്പം തണ്ടുതുരുപ്പം പോലുള്ള ഒരു തരം രോഗങ്ങളും വരില്ല. അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ pH. വെള്ളത്തിൻ്റെ pH 7-ൽ നിലനിർത്തുക എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അതായത് 7 pH ഉള്ള വെള്ളം നമ്മൾ കുടിച്ചാൽ പോലും നമ്മുടെ ദഹന പ്രക്രിയ, അതായത് നമ്മുടെ ബോഡിയിൽ ദഹന പ്രക്രിയ നല്ല രീതിയിൽ മെറ്റാബോളിസം. അതോടൊപ്പം തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള അസിഡിറ്റി കൊണ്ടാണ് ഒരുവിധമുള്ള 90% രോഗങ്ങളുടെയും അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ പോകുന്ന അസിഡിറ്റിയാണ്. ഈ അസിഡിറ്റി ഇല്ലാതാക്കാൻ ഒരു പരിധിവരെ നമ്മൾ അസിഡിറ്റി ആയിട്ടുള്ള, അതായത് ന്യൂട്രൽ ആയിട്ടുള്ള വെള്ളം കുടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ അസിഡിക് ആയിട്ടുള്ള ന്യൂട്രൽ ആക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് വളരെ തുച്ഛമായ പൈസ കൊടുത്ത് നമുക്ക് ഇന്നത്തെ ഈ അവസ്ഥയിൽ തികച്ചും നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് SPCയുടെ അക്വ pH ബൂസ്റ്റർ. ഇത് നമ്മൾ കിണറുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം pH 7-ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ എവിടെ നോക്കിയാലും വെള്ളത്തിൻ്റെ pH 5-ൽ താഴെയുമാണ്. അത് മാത്രമല്ല ഇപ്പോൾ ബോർവെല്ലിൻ്റെയൊക്കെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ 3.5 ഒക്കെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രാജുവലായിട്ട് അത് 7-ലാക്കുന്നു. മാത്രമല്ല ആ 7-ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമ്മുടെ അക്വ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. മാത്രവുമല്ല ഇത് ഏതാണ്ട് ഒരു 1-1.5 വർഷം വരെ നമ്മൾ അതിൻ്റെ pH ബാലൻസ് ചെയ്യാം. നമ്മൾ ഇടുന്ന
എമൗണ്ട്, അതായത് നമ്മുടെ അക്വാ പി എച്ച് ബൂസ്റ്റർ എത്ര ഇടുന്നോ അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ എത്ര ഇടുന്നോ അതുകൊണ്ട് ആനുപാതികമായിട്ട് അതിൻ്റെ ലെവൽ ഇത്ര സമയത്ത് വരെ നമുക്ക് മാറ്റാൻ പറ്റുന്നു എന്ന് മാത്രമല്ല ഇത് 7-ൽ തന്നെ നിലനിർത്താനും പറ്റുന്നു. ഞാൻ പറഞ്ഞല്ലോ 7 ആണ് ഏറ്റവും വേണ്ടത്. 7-ൽ തന്നെ നിലനിർത്തുവാനും നമ്മുടെ ഈ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായ ഒരു കാര്യം. പലപ്പോഴും പലരും മറ്റേ കുമ്മായോ അതും ഇതുമൊക്കെ ഇടാറുണ്ട് വെള്ളത്തിൽ. പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ അത് ബാലൻസ് ചെയ്യുന്ന രീതി മാറുകയും മാത്രവുമല്ല അത് പെട്ടെന്ന് പി എച്ച് കൂടി പോവുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ പലപ്പോഴും നമ്മൾ ഏറ്റവും ഇന്ന് ലഭ്യമായ ഏറ്റവും ശുദ്ധജലം എന്നറിയപ്പെടുന്ന നമുക്കറിയാം ജപ്പാൻ കുടിവെള്ള പദ്ധതി പോലെയൊക്കെയുള്ള പദ്ധതികളിലൂടെ ക്ലോറിൻ ഇട്ടോ ബ്ലീച്ചിങ് പൗഡർ ഇട്ടോ ഒക്കെ നമ്മൾ ശുദ്ധീകരിച്ച് വരുന്ന വെള്ളമാണ്. ഇത് ശരിക്കും ശുദ്ധീകരിക്കുകയല്ല ചെയ്യുന്നത്, ഇത് പി എച്ച് ബാലൻസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ശരിക്കും ഇതുപോലെയുള്ള വെള്ളത്തിലും നമ്മൾ പി എച്ച് ബൂസ്റ്റർ ഇട്ട് കൊടുക്കണം. ഇത് ചെയ്യുന്നത് അവർ ക്ലോറിൻ ഇട്ട് അതിനകത്തുള്ള ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ എക്വാ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ തരത്തിലുള്ള, അതായത് നമുക്കറിയാം ഒരു വെള്ളത്തിൻ്റെ പി എച്ച് 7-ലായിരിക്കുമ്പോൾ വളരുന്ന ഒരു പറ്റം സൂക്ഷ്മജീവികളുണ്ട്. അവയെല്ലാം തന്നെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. എന്നാൽ 6-ൽ വളരുന്നത് അത്രമേൽ ഉപദ്രവകാരികളായില്ലെങ്കിൽ പോലും അത്ര നല്ലതല്ല. ഇനി 5-ലാണെങ്കിലും 5-ലൊക്കെ ആണെങ്കിൽ പലപ്പോഴും മോശം സൂക്ഷ്മജീവികളാണ് അവിടെ വളരുന്നത്. ഇനിയിപ്പം 4.5 അതിലൊക്കെയാണ് പലപ്പോഴും ഈ കോളിഫോം, ഷിജില്ല, അതുപോലെ നോറ, അതുപോലെ നമുക്ക് ഉപദ്രവകാരികളായ പല രോഗങ്ങളും പടരുന്നത്, ഇപ്പോൾ കോളറ, മഞ്ഞപ്പിത്തം അതുപോലെയുള്ള പല രോഗങ്ങളും പടരുന്നത് നമ്മുടെ വെള്ളം ശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ വെള്ളം ശുദ്ധമല്ലാതാകുന്നത് പി എച്ച് കുറയുക എന്നാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. കാരണം പി എച്ച് കുറഞ്ഞ വെള്ളത്തിലാണ് ഇതുപോലെയുള്ള നമുക്ക് ഉപദ്രവകാരികളായ രോഗം പരത്തുന്ന എല്ലാവിധ സൂക്ഷ്മജീവികളും വളരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പി എച്ച് ബാലൻസ് ചെയ്യുന്നു. അതായത് പി എച്ച് 7-ലാക്കുന്നത് വഴി നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളെ മാത്രം വളരുവാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അക്വാ പി എച്ച് ബൂസ്റ്റർ തികച്ചും നാച്ചുറലായിട്ടുള്ള, അതുമാത്രമല്ല സേഫായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും, നമുക്കും ചെടികൾക്കും മൃഗങ്ങൾക്കും എല്ലാം സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാലൻസിങ്, അതായത് വെള്ളത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പം പ്രധാനമായും വെള്ളത്തിന് 3 തരം ഇഷ്യൂസാണുള്ളത്. ഒന്നാമത് ഫിസിക്കൽ ഇഷ്യൂ, രണ്ടാമത്തെ കെമിക്കൽ ഇഷ്യൂ, മൂന്നാമത്തത് ബയോളജിക്കൽ ഇഷ്യൂ. ഫിസിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഒരു വെള്ളത്തിനെ നമ്മൾ നോക്കുമ്പോൾ അത് കലങ്ങിയിരിക്കുന്നു, മഞ്ഞ കളറായിരിക്കുന്നത്, അല്ലെങ്കിൽ കളർ വ്യത്യാസം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഒരു റെഡിഷ് കളർ, അല്ലെങ്കിൽ ഓയിൽ പോലെ മുകളിൽ കിടക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ആ വെള്ളത്തിനെ കാണുമ്പോൾ തന്നെ ഉള്ള ഒരു വ്യത്യാസമാണ് ഫിസിക്കൽ, അതായത് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് കെമിക്കലുണ്ട്. കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റിലുള്ള വ്യത്യാസം. ഫോർ എക്സാമ്പിൾ ഉപ്പ് ഇല്ലേ, ഉപ്പെന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ഇഷ്യൂ ആണ്. അത് നമുക്ക് വായിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ ടേസ്റ്റ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഹാർഡ്നെസ് വരും, വെള്ളത്തിന് ഹാർഡ്നെസ്. അതായത് നമ്മൾ സോപ്പിട്ട് അലക്കാൻ ശ്രമിക്കുക എന്ന് ഓർക്കും, സോപ്പൊന്നും ആ വെള്ളത്തിൽ എന്താ പറയുക, പതയത്തില്ല. ഇത് ഹാർഡ് വാട്ടറാണ്. ഇതിനകത്ത് പലതരത്തിലുള്ള ഹെവി മെറ്റൽസും അടങ്ങിയിരിക്കുന്ന, ഡിസോൾവ് ആയിരിക്കുന്നു. അതാണ് ഹാർഡ് വാട്ടർ. അതാണ് ഞാൻ പറഞ്ഞത് കെമിക്കൽ ഇഷ്യൂ. ഇനിയുണ്ട് ബയോളജിക്കൽ ഇഷ്യൂ. ബയോളജിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഉപദ്രവകാരികളായ പലതരത്തിലുള്ള സൂക്ഷ്മജീവികളും വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ അത് വളഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ മണവും, അതോടൊപ്പം തന്നെ അവിടെ ആ ജീവികൾ വളർന്ന് രോഗങ്ങൾ നമുക്ക് വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ബയോളജിക്കൽ ഇഷ്യൂ. ഇപ്പം നമുക്ക് ഈ ബയോളജിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപദ്രവകാരികളായ പലതരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മനുഷ്യന് വയറിളക്കം വരുന്നത് ഡിസെൻട്രി, അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം, അതോടൊപ്പം തന്നെ കോളറ, ഇതുമാതിരി ഒത്തിരി രോഗങ്ങൾ. ഇത് മാത്രമല്ല പല രോഗങ്ങളുടെയും അടിസ്ഥാനം ഈ വെള്ളമാണ്. ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം
പല രീതിയിൽ പടർത്തുകയും ചെയ്യും പെട്ടെന്ന്. നമ്മളിപ്പം ഒരു മഴക്കാലമൊക്കെ തുടങ്ങുമ്പം എപ്പോഴും അതെ വെള്ളത്തിൽ നിന്നുള്ള അസുഖങ്ങൾ നമുക്ക് വരും. ഇതെല്ലാം നോക്കുമ്പോൾ ആ വെള്ളം എന്തായിരിക്കും? വെള്ളം അസിഡിക്കാണ്. ഈ അസിഡിക്കായിട്ടുള്ള വെള്ളം ആയതുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ശരിക്കും ഇന്ന് നമുക്ക് 1-2 പേര് എന്നോട് റിപ്പോർട്ട് ചെയ്തു. അവരുടെ വെള്ളത്തിൽ കോളി ബാക്ടീരിയ ഉണ്ടായിരുന്ന ആ വെള്ളത്തിൽ നമ്മുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ അതായത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് വളരെയധികം കുറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞത് കോളി ബാക്ടീരിയ ഉള്ള വെള്ളത്തെ ഇത് മാത്രം ഇട്ട് ശുദ്ധീകരിക്കാൻ ഞാൻ പറയുന്നില്ല. അതിനെ നമ്മൾ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ അതായത് കെമിക്കലായിട്ടുള്ള നമുക്ക് ക്ലോറിനേഷനോ വല്ലതും ചെയ്ത് നശിപ്പിക്കും. പക്ഷേ അതിന് ശേഷം നമ്മൾ നമ്മുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ചാൽ ആ വെള്ളത്തിൽ അത് വളരാനുള്ളൊരു സാഹചര്യം ഇല്ലാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ വെള്ളത്തിനുള്ള 3 തരം ഇഷ്യൂസ്, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജി. ഇപ്പം ഒരു വെള്ളത്തിനെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു മഞ്ഞ നിറം കാണുന്നു ഇല്ലേ? പ്രധാനമായിട്ടും വെള്ളത്തിനുള്ള ഈ നമ്മുടെ ഫിസിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡികളറേഷൻ എന്നത് അത് ഒരുതരം വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അംശം കൊണ്ടാണ്. ഇരുമ്പ്. അപ്പോൾ അത് ഫെറസും ഉണ്ട്, ഫെറിക്കും ഉണ്ട്. ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നോക്കുമ്പോൾ നല്ല തെളിഞ്ഞിരിക്കുന്ന വെള്ളമായിരിക്കും, പക്ഷേ അതിന് ചീത്ത ചൊവ്വയായിരിക്കും. ഫെറസ് ചൊവ്വ മാത്രമായിരിക്കും, പക്ഷേ ചൊവ്വ ഒരു അയേണിൻ്റെ ചൊവ്വയുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചീത്ത ചൊവ്വ. അത് ഫെറസാണ്, അയേണിൻ്റെ. അതോടൊപ്പം തന്നെ ഫെറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു യെല്ലോ കളർ, അല്ലെങ്കിൽ തുരുമ്പിൻ്റെ കളർ, അല്ലെങ്കിൽ കലക്കലായിട്ട് വരുന്നതാണ് ഫെറിക്ക്. അപ്പോൾ ഈ അയേൺ തന്നെ 2 രീതിയിലുണ്ട്. അത് ഫെറസും ഉണ്ട്, ഫെറിക്കും ഉണ്ട്. ഇത് 2 രീതിയിലുള്ളതും നമുക്ക് കാണുമ്പോഴുള്ള വ്യത്യാസവും 2ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ pH 7 ആക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞത് ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകൾ ഇവയെല്ലാം നമുക്ക് ഉപദ്രവകാരികളെല്ലാം വളരുന്നത് pH കുറഞ്ഞ വെള്ളത്തിലാണ്. അതാണ് ഏറ്റവും വലിയത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ pH കുറഞ്ഞ വെള്ളത്തിലാണ് നമുക്ക് പലതരത്തിലുള്ള അതായത് ഹെവി മെറ്റൽസ് നമുക്ക് ഉപദ്രവകാരികളായ പല ഹെവി മെറ്റൽസും അതിലാണ് ഡിസോൾവ് ആകുന്നത്. നമുക്കറിയാം ഒരു ആസിഡിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇളക്കുമ്പോൾ അതെന്ത് പറ്റും? അത് അതിനകത്ത് ഡിസോൾവ് ആകും. അതുപോലെ തന്നെയാണ് പലതരം ഹെവി മെറ്റൽ ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് അതിനകത്ത് ഡിസോൾവ് ആകും. അപ്പോൾ ഈ ഡിസോൾവ് ആകുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കുകയോ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഏതിന് ചെയ്താലും അത് ദ്രോഹമാണ്. പലതരത്തിലുള്ള ഇതുപോലുള്ള ഹെവി മെറ്റൽസ് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് രോഗങ്ങളുടെ കാരണം ഇത് ഒന്ന് തന്നെയാണ്. അപ്പം ഒന്നാമത്തെ ഇഷ്യൂ ഞാൻ പറഞ്ഞ് നമുക്ക് ബയോളജിക്കൽ ഇഷ്യൂ ഉള്ള എല്ലാ ഇതുപോലെയുള്ളവയും നശിപ്പിക്കാനായിട്ട് നമ്മൾ pH 7 ആക്കുക. രണ്ടാമത്തെ ഇഷ്യൂ നമുക്ക് ഉപദ്രവകാരികളായ പല ഹെവി മെറ്റൽസും ഡിസോൾവ് ആകാതിരിക്കാനായിട്ട് pH 7 കൊണ്ടുവരിക. 7 കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഇതൊന്നും വളരില്ല. പിന്നെ മൂന്നാമത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്കറിയാം ഈ pH കുറഞ്ഞ വെള്ളം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു വയറിന് അസ്വാസ്ഥ്യം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ. മാത്രവുമല്ല നമ്മൾ pH കൂടിയ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മഗ്നീഷ്യവും അതോടൊപ്പം തന്നെ കാൽഷ്യവും. ഈ കാൽഷ്യവും മഗ്നീഷ്യവും ഒരു പരിധിവരെ ഈ വെള്ളത്തിൽ കൂടി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. ഇത് നമ്മുടെ എല്ലുകൾക്ക് നല്ല ഇത് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട മഗ്നീഷ്യം അതിൽ കിട്ടുന്നതാണ്. മാത്രമല്ല ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരച്ചിരിക്കുന്ന ഒരു ചെടിയിലേക്ക് നമ്മൾ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച് അത് ട്രീറ്റ് ചെയ്ത അത് നമ്മൾ കൊടുത്ത വെള്ളം ഉപയോഗിച്ച് കുറച്ച് നാളെന്ന് വെച്ചാൽ 1-2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടിയിലുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ചെടിയിലെ ആ മഞ്ഞ നിറം മാറുകയും ചെടി പെട്ടെന്ന് വളരുകയും ചെയ്യുന്നു. അത് പ്രധാനമായിട്ടും ഇതുപോലെയുള്ള നമ്മളുടെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ സിലിക്കയുടെയൊക്കെ പ്രസൻസിൽ വരുന്നതാണ്. ഇനി pH കുറഞ്ഞ വെള്ളത്തിൽ പലതരത്തിലുള്ള ഞാൻ പറഞ്ഞ ബയോളജിക്കൽ ഇഷ്യൂ ഉണ്ട്. അതിൽ ഒന്നാണ്
അയൺ ബാക്ടീരിയ. അയൺ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ബാക്ടീരിയയാണ്. ആ അയൺ ബാക്ടീരിയ നമ്മുടെ വെള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അത് കലക്കൽ അനുഭവപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു റെഡ്, ഒരു ഒരു ചുമപ്പെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ചുമപ്പ് പോലത്തെ കളറ്, ഞാവൽ പഴത്തിൻ്റെയൊക്കെ ഇളം കളർ പോലത്തെ ഒരു കളർ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓയിൽ വീണ് കിടക്കുന്ന പോലെ തോന്നുകയല്ല, അങ്ങനെ കാണാം. ഇതെല്ലാം ആ വെള്ളത്തിൽ എന്താണ്, അയൺ ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ്. അയൺ ബാക്ടീരിയ ഉള്ള വെള്ളത്തിൽ നമുക്ക് നോക്കുമ്പോൾ പ്രത്യേകമായ മണം, ഒരു ചീഞ്ഞ മണം കാണും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അയൺ ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ അയേണിനെ, അതായത് ഇരുമ്പിനെ ഭക്ഷിക്കുന്നു. ഇരുമ്പിനെ ഭക്ഷിച്ചിട്ട് അവ ജീവിച്ചിട്ട് അവ അതിൻ്റെ വിസർജ്യം ആ വെള്ളത്തിലേക്ക് കലർത്തുന്നു. ആ വിസർജ്യമാണ് ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാട പോലെ വരുന്നത്. ഈ മാത്രവുമല്ല, അതിൻ്റെ ആ അയൺ ബാക്ടീരിയകൾ കുറച്ച് നാൾ ജീവിച്ച് കഴിയുമ്പോൾ അത് ചത്തുപോകും. ആ ചത്തുപോകുന്നതെല്ലാം ആ വെള്ളത്തിൽ ചീഞ്ഞാണ് ആ വെള്ളത്തിൽ മണം വരുന്നത്. അതാണ് ഏറ്റവും ഒരു വൃത്തികെട്ട ഒരു ബാക്ടീരിയകൾ. അത് ശരിക്കും വളരെ അഞ്ചൊക്കെയുള്ള, വളരെ pH കുറഞ്ഞ വെള്ളത്തിൽ വളരുന്നതാണ് ഈ അയൺ ബാക്ടീരിയ. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം, അക്വാ pH ബൂസ്റ്റർ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇളക്കി ഇടയ്ക്കിടയ്ക്കിട്ട് എപ്പോഴും വെള്ളത്തിന് ഒരു എയറേഷൻ വരുത്തണം. എയറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഒരു ഓക്സിജൻ വരത്തക്ക രീതിയിൽ ഒന്ന് കലക്കുക, ഒന്ന് ഇളക്കുക. നമ്മളിപ്പം അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച് ഒരു കെട്ടി തൂക്കിയിടുന്ന അത് തന്നെ ഇടയ്ക്കൊന്ന് പൊക്കുകയും താത്തും. അതെല്ലാം ബക്കറ്റൊക്കെയാണ് ഇട്ടിട്ട് ഇത് ആ ഒരു അനങ്ങാതെ ഇരിക്കുന്ന അവസ്ഥ മാറ്റുക. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ ഒരു അനക്കം വരുത്തുമ്പോൾ തന്നെ ഒരു പരിധിവരെ ഈ അക്വാ pH ബൂസ്റ്ററും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബാക്ടീരിയകൾ അവിടെ വളരാതിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അടുത്ത ബാക്ടീരിയയാണ് സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയ. സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂഗർഭജലത്തിലെ വെള്ളത്തിലെ സൾഫേറ്റിനെ നമ്മൾ അതിനകത്തുള്ള സൾഫേറ്റിനെ ഹൈഡ്രജൻ സൾഫൈഡാക്കി മാറ്റുന്നു ഈ ബാക്ടീരിയകൾ. അങ്ങനെ മാറ്റുമ്പോൾ നമുക്കറിയാം, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടൺ എക്സ്മെൽ എന്ന് പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നമുക്ക് ഓർമ്മയുണ്ടോ എന്തോ, ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചീഞ്ഞ മുട്ടയുടെ മണമുണ്ട് ഹൈഡ്രജൻ സൾഫൈഡിന്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ നമ്മളുടെ അക്വാ pH ബൂസ്റ്റർ കൊടുക്കുമ്പോൾ ഈ ഒരു സാഹചര്യം അവിടെ വളരാനായിട്ട് ഇല്ലാതിരിക്കുകയും അതവിടെ വളരാതിരിക്കുകയും ചെയ്യുന്നു. ഈ സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയ സൾഫറിനെ ഹൈഡ്രജൻ സൾഫൈഡാക്കി മാറ്റുന്നത് കൊണ്ടാണ് ആ വെള്ളത്തിന് ആ ചീഞ്ഞ മണം വരുന്നത്. അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വെള്ളത്തിൽ ശരിക്കും 0.3 മാത്രമേ അയൺ വേണ്ടതായിട്ട് നമ്മൾ BIS നമ്മളോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് അത്രയിലൊക്കെ ഒരുപാട് കൂടുതൽ അയൺ വെള്ളത്തിലുള്ളതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അയൺ നമ്മൾ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, അത് അടിഞ്ഞ് താഴെ, അതായത് വെള്ളത്തിൽ ഡിസോൾവ് ആകാതിരിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെല്ലാം pH ബാലൻസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ കലക്കൽ മാറാനോ, അതുപോലെ തന്നെ പുളിപ്പ്, ഒരുതരം പുളിപ്പുണ്ടാകുന്നത്, ഇതെല്ലാം മാറ്റാനായിട്ട് നമുക്ക് അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കാനായിട്ട് തന്നെ. മാത്രവുമല്ല, പലപ്പോഴും നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ക്ലോറിനോ ബ്ലീച്ചിങ് പൗഡറോ ഉപയോഗിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോറിൻ ഉപയോഗിച്ച വെള്ളം ഉപയോഗിച്ച സ്കിൻ അലർജി, അതോടൊപ്പം തന്നെ കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, മൂക്കിന് പ്രശ്നം വരുന്നുണ്ട്, തലമുടി ഒരു പരിധി നല്ല രീതിയിൽ പൊഴിയുന്ന രീതി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം കുറച്ച് വെള്ളം, ഈ നമ്മൾ pH കുറഞ്ഞ വെള്ളം അതല്ലെങ്കിൽ നമ്മളിപ്പം ക്ലോറിനാണെങ്കിൽ ഇച്ചിരി കൂടുതലിട്ട വെള്ളം നമ്മൾ പാലിനകത്തൊക്കെ ഇട്ട് നമ്മൾ ചെയ്താൽ പാല് പിരിഞ്ഞൊക്കെ പോകുന്നു. അതായത് അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ ചെയ്യുമ്പോൾ ഈ ജീവികൾ അതിനകത്ത് തന്നെ ചത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്.
മാത്രവുമല്ല ഈ ക്ലോറിൻ നമ്മൾ ചെയ്ത് വെള്ളം ഉപയോഗിക്കുന്നത് മൂലം ഈ നമ്മളുടെ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം ഒരു ടാങ്കിലേക്ക് നമ്മൾ ക്ലോറിൻ ഉള്ള വെള്ളം അടിച്ചിട്ടു, അല്ലെങ്കിൽ നമ്മുടെ കിണറിൽ ക്ലോറിൻ ഇട്ടു. അങ്ങനെ ഇട്ട് ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഓർഗാനിക് മാറ്റേഴ്സ് വീണ് കഴിഞ്ഞാൽ അത് ആ വെള്ളവുമായിട്ട് റിയാക്ഷനായിട്ട് ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് നമുക്ക് ക്യാൻസറിന് വരെ കാരണമാകുന്നുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരും ആലം ഉപയോഗിക്കാറുണ്ട്. ഈ ആലം നമ്മൾ വെള്ളത്തിലിട്ടാൽ വെള്ളം അത് ശരിയായിട്ടുള്ള രീതിയിൽ സെഡിമെൻ്റ് ആവും. അതായത് ശരിയായിട്ടുള്ള രീതിയിൽ കലങ്ങാതിരുന്നത് വെള്ളത്തിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ കയറുവാണെങ്കിൽ നമുക്ക് അൽഷിമേഴ്സ് ഉണ്ടായിട്ടുള്ളതായിട്ട് നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ ക്ലോറിനും ബ്ലീച്ചിങ് പൗഡറും ഇതുപോലെ ലാലും അതുമാതിരിയുള്ള കെമിക്കലുകൾ ഉപയോഗിച്ച് നമ്മൾ വെള്ളം ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഈ ശരിക്കും ഓൾറെഡി വെള്ളത്തിൽ കിടക്കുന്ന ബാക്ടീരിയസിനെ അതിനൊക്കെ കൊല്ലാനേ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്താലും അതുകൊണ്ട് ഒരുപാട് ശരിക്കും ഈ ക്ലോറിൻ ഉപയോഗിച്ച വെള്ളം ഉപയോഗിച്ചിട്ട് സ്കിന്നിൽ മുഴുവനും അലർജി വരുന്നുണ്ട് പലർക്കും. പിന്നെ ബാത്റൂമുകളിൽ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് യെല്ലോ കളർ വരുന്നുണ്ട്, ടൈലിൻ്റെയൊക്കെ നിറം യെല്ലോ വരുന്നുണ്ട്. വസ്ത്രങ്ങൾ അലക്കുമ്പോൾ വസ്ത്രത്തിന് നല്ല രീതിയിൽ കളറില്ല, ഒരു മുഷിഞ്ഞ പോലെ. നമ്മൾ വെള്ള വസ്ത്രമൊക്കെ അലക്കി കഴിഞ്ഞാൽ കളറില്ലാത്ത അവസ്ഥ വരുന്നു. ഇതെല്ലാം ഈ നമ്മളുടെ വെള്ളത്തിലുള്ള കലക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഹെവി മെറ്റൽസും മറ്റും അടിഞ്ഞ് ആ വെള്ളത്തെ ഡിസോൾവ് ആയിക്കണം, അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്. ഇതെല്ലാം മാറ്റാനായിട്ട് നമ്മുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച് അതിനെ നമുക്ക് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പം ഒരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് നടക്കണം എന്താണെന്ന് പറഞ്ഞാൽ pH ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലവിടെ നടക്കുന്നു. അതായത് നമ്മൾ അവിടെ ഡിസോൾവ് ആകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളത്തിൽ ആ നല്ല pH 7 വെള്ളത്തിൽ ഹെവി മെറ്റൽസ് ഡിസോൾവ് ആകുന്നില്ല. അതുപോലെ തന്നെ ഇരുമ്പിനെ ഭക്ഷിക്കുന്ന അയൺ ബാക്ടീരിയകൾ വളരാൻ അനുവദിക്കുന്നില്ല. ഈ കോളിഫോം ബാക്ടീരിയകൾ അവിടെ വളരാൻ അനുവദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മളുടെ കലക്കൽ എല്ലാം ഒരു പരിധി വരെ മാറ്റാനും എല്ലാം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. നമ്മളുടെ ശരീരത്തിൽ ഏതാണ്ട് 70% വെള്ളമാണ് അല്ലേ? എന്നാൽ നമുക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു 90% രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താണ്? pH ബാലൻസ് ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ വെള്ളത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഏത് സാധനം അതായത് ഫംഗസ് ബാക്ടീരിയ അതുപോലത്തെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ അത് നനവുള്ളിടത്ത്, അതായത് വെള്ളത്തിലാണ് വളരുന്നത്. ഒരു ബ്രെഡാണെങ്കിൽ പോലും നമ്മളൊരു എടുത്തുകൊണ്ട് വെച്ചോ, കുറേ ഒരു ഇച്ചിരി അതിന് ഈർപ്പമുള്ളത്, പക്ഷേ ഒരു നല്ല റസ്ക് കൊണ്ട് വെച്ചാൽ അതിനകത്ത് പ്രശ്നം വരില്ല. ഒരു ബ്രെഡ് നനവുള്ളത് കൊണ്ട് വെച്ചാൽ ഉടൻ തന്നെ അതിനകത്ത് ഫംഗസ് വന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് ഏത് സാധനത്തിനാണെങ്കിലും നനവ്, ഈർപ്പം, വെള്ളമയം ഉണ്ട്. നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് കുറവുള്ളതിൽ കുറച്ചിട്ടാൽ മതി. മാത്രവുമല്ല നമ്മൾ ഇടുന്നതനുസരിച്ച് അതിൻ്റെ എത്രയും അതായത് നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാലും ഇത് 7 കൂടത്തൊന്നുമില്ലെന്ന് മാത്രവുമല്ല അത് കുറച്ച് നീണ്ട് കിട്ടാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും നമ്മൾ ഒരു 1000 ലിറ്ററിന് 1 കിലോ എന്നുള്ള ഒരു പ്രപ്പോർഷനിലാണ് നമ്മളിപ്പോൾ ശുപാർശ ചെയ്യുന്നത്. മാഡം, നമുക്ക് 1,00,000 ലിറ്റർ വെള്ളം, അത്രയും 1,00,000 എന്ന് വെച്ചാൽ വലിയ കിണറാണ്. അതിൽ നമുക്ക് എന്തോരം pH ബൂസ്റ്റ് കൊടുക്കേണ്ടി വരും? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പം ഇത് ഇടുന്നതനുസരിച്ച് നമ്മളുടെ ആ എത്ര നാളത്തെ, ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഇടാൻ പറ്റൂലല്ലോ. ഒരു പരിധി ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നാളത്തേക്ക് നമുക്ക് pH ബാലൻസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവർ നോക്കണം. അത് കഴിഞ്ഞ് നോക്കിയിട്ട് അവരുടെ കുറയുവാണെങ്കിൽ പിന്നെ അതായത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു 6 മാസത്തേക്ക് കിട്ടിയെന്ന് ഓർത്തോ, ചിലപ്പോൾ 1 വർഷം വരെ കിട്ടിയേക്കാം.
എന്നാലും 6 മാസം കഴിയുമ്പോൾ നമ്മളൊന്ന് നോക്കുക. നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ അത് കുറയുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുന്ന രീതി അവലംബിക്കുക. ഓക്കെ ഓക്കെ. അതായത് അവര് ചോദിച്ചത് 10-10 വെച്ച് കൊടുത്താൽ മതിയോ മാം? ഞാൻ 10-10 എന്നാ പറഞ്ഞിരിക്കുന്നത്. 10 kg വെച്ച് കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. 10 kg അതിൽ 5 കിലോ 10 kg വെച്ച് കൊടുത്താൽ മതിയാകുമോ? അത് 5 kg തൂളി ഇട്ടിട്ട് ബാക്കി 15 തൂക്കി സഞ്ചി താഴ്ത്തി വെച്ചാൽ മതിയോന്നാ? അതായത് നമ്മളിപ്പം റിലീസ് ചെയ്ത്, അതായത് പൊട്ടിച്ചിടുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ? മറ്റേതെന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ടാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിടുന്ന കാണുമ്പം നമുക്ക് അധികം നാളത്തേക്ക് കിട്ടിയില്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സാധിക്കുന്നല്ല, ആകും. വേണ്ട ഒരു 3 കാര്യങ്ങളാണ്: ഭക്ഷണം, പാർപ്പിടം, വെള്ളം. അതായത് ശരിക്കും ഭക്ഷണം പോലെ തന്നെ ഭക്ഷണത്തിനേലും, അതായത് ഏറ്റവും പ്രധാനമുള്ള ഒന്നാണ് വെള്ളം. ഈ വെള്ളം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇതുപോലെ ജപ്പാൻ വെള്ളമോ അല്ല ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമോ ഒക്കെ ആയിരിക്കാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് പല പ്രശ്നം. പക്ഷേ ആ വെള്ളവും ഒരിക്കലും pH 7 ആയിരിക്കത്തില്ല. അതിനെ pH 7 ആക്കാനായിട്ട് നമ്മുടെ അക്വ pH ബൂസ്റ്റർ, ഇപ്പോൾ ഏത് നമ്മളിപ്പോൾ ചെറിയ ചെറിയ ടാങ്കുകളിലേക്കാണ് നമ്മളിപ്പം ജപ്പാൻ വെള്ളം അല്ല ക്ലോറിനേറ്റ് വെള്ളം ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിനെല്ലാം നമ്മൾ 2 കിലോ വെച്ചെങ്കിലും നമ്മുടെ അക്വ pH ബൂസ്റ്റർ എല്ലാ ടാങ്കിലും ഇട്ട് കൊടുക്കണം. അത് പൊട്ടിച്ചിടരുത്, കെട്ടിത്തൂക്കി തന്നെ ഇട്ട് കൊടുക്കുക. ആ രീതി വേണമെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റിലേക്ക് വേണമെങ്കിൽ ഈ കെട്ടി തൂക്കുന്നത് ഇട്ട് വെച്ചിട്ട് വെക്കാം. കാരണം അതൊട്ടും അപ്പം അത് ആ വെള്ളത്തിൽ കൂടി നമ്മുടെ ബ്ലോക്ക് ആവാതിരിക്കാൻ, ഇൻ കേസ് അങ്ങനെ പൊട്ടിയാൽ പോലും അത് ബക്കറ്റിൽ കിടന്നോളും. അതുകൊണ്ട് പലരും പറയുന്ന കേട്ടു, ഞങ്ങളുടെ വെള്ളം നമ്മൾക്ക് ജപ്പാൻ വെള്ളം അതല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യുന്ന വെള്ളമാണ്, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ആ വെള്ളത്തിൽ നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികൾ അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. മനസ്സിലായോ? അതിനകത്ത് തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കിടക്കുന്ന ആ സാധനത്തിനെ പോലും നമുക്ക് സെഡിമെൻ്റ്, അതായത് അടിയിലേക്ക് ഇതാക്കാനായിട്ട് ഇത് കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് വെള്ളമാണെങ്കിലും നമ്മുടെ കേരളത്തിലെ മുഴുവൻ വെള്ളത്തിൻ്റെ pH 5.5 അത് മുഴുവനും നമ്മൾ ഉപയോഗിക്കാനായിട്ടുള്ളത്. അതായത് നമ്മുടെ കൃഷിക്കാണേലും മനുഷ്യരുടെ ഉപയോഗത്തിനാണേലും മൃഗങ്ങൾക്കാണേലും ഏതിനാണേലും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് അക്വ pH ബൂസ്റ്റർ ഉപയോഗിച്ചാൽ അതിൻ്റേതായ രീതിയിൽ നമുക്ക് pH ബാലൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിനകത്തെ ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളെ വളരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനും സാധിക്കും. ഇതിൻ്റെ സ്റ്റീലിൻ്റെ ടാങ്കുകൾക്കൊക്കെ അങ്ങനെയുണ്ട്. ഒരു ഫണൽ രൂപത്തിലാണ് അടിയിൽ, എന്നിട്ട് അടിയിൽ ഒരു വാൽവും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അത് വാൽവിൽ കൂടി അത് താഴോട്ട് വരത്തക്ക രീതിയിൽ. പക്ഷേ നമ്മുടെ നേരത്തെ ടാങ്കുകൾക്കൊന്നും അങ്ങനെ അല്ലായിരുന്നല്ലോ. ശരി 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 ശരി. ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കിൽ സംതവരും ഉപയോഗിച്ചവരും ഒക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഗുണവും നമ്മളൊന്ന് മനസ്സിലാക്കണം. അതാണ് ശരിക്കും ഈ എല്ലാവരും ഇത്രയും ഉപയോഗിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ മടി കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇത്രയും അമൂല്യമായൊരു സാധനമാണ്. കാരണം അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എത്രമാത്രമാണ്. 1-2 ഗുണമല്ല, മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ, നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണിത്, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക, ആളുകളിലേക്ക് എത്തിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മളൊരു നന്മയുടെ ഭാഗമാണ്. നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കും ഗുണമാണ്, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ആ മനസ്സോടുകൂടി, ആ ചിന്തയോടുകൂടി നമ്മൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുകയും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഭക്ഷിച്ചിട്ട് ബൈ പ്രോഡക്റ്റ് വരുന്നത് സൾഫർ, ഹൈഡ്രജൻ സൾഫൈഡ് ആണോ? അല്ല, അത് ഭക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അത് സൾഫറിനെ അത് മാറ്റുന്നു, ഹൈഡ്രജൻ സൾഫൈഡായിട്ട് അത് മാറ്റുവാണ് ചെയ്യുന്നത്. ഹൈഡ്രജനും, അതായത് വെള്ളത്തിലുള്ള ഹൈഡ്രജനുമായിട്ട് ചേർത്ത്, ശരിക്കും പറഞ്ഞാൽ ആ സൾഫറിനെ
വെള്ളത്തിലുള്ള ഹൈഡ്രജനുമായിട്ട് അത് ഹൈഡ്രജനെ ആയിട്ട് എടുത്തിട്ട് ഈ ബാക്ടീരിയകൾ എന്തിന് ഹൈഡ്രജൻ സൾഫൈഡ് ആക്കി മാറ്റുക ചെയ്യും. അതെ, ശരി 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 ശരി. അത് ഈ അയൺ ബാക്ടീരിയ ആണോ അതോ വേറെ സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയാസ് എന്ന് പറയും. അതെ, ശരി ശരി ശരി. ഓക്കെ, താങ്ക് യു മാഡം. നമ്മളെന്താ അറിയോ, ഒരു കസ്റ്റമറിന് മുന്നിൽ പോകുമ്പോ അതൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണല്ലോ കറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് SDB എന്നാണ് അതിന് പറയുന്നത്, സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയാസ്. അത് വളരെ എല്ലായിടത്തും ഇപ്പോൾ ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ അയൺ ബാക്ടീരിയസും ഒരുപാട്. നമ്മൾ ഈ പാടങ്ങളിലൊക്കെ നോക്കുമ്പോൾ പാടങ്ങളുടെ അരികിലേക്ക് വെള്ളത്തിന്റെ മുകളിൽ ഒരു ഓയിൽ പോലെ കാണുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റെഡ് കളർ പോലെ, അത് അവിടുത്തെ അയൺ ബാക്ടീരിയ. അതുപോലെ തന്നെ ടാപ്പുകൾ, നമ്മുടെ ഇപ്പോഴത്തെ ടാപ്പുകൾ പിന്നെ കൂടുതലും PVC ആയതുകൊണ്ട് അങ്ങനെ വരുന്നില്ല. നേരത്തെ നമ്മുടെ അയൺ ടാപ്പുകളായിരുന്നു, മനസ്സിലായില്ലേ? ഇരുമ്പ് പൈപ്പുകൾ. ആ പൈപ്പുകളിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഈ തുരുമ്പ് കാണും. ആ തുരുമ്പിൻ്റെ അവിടെ നമ്മൾ ശരിക്കും ഇപ്പോഴൊന്നും ഇനി ശ്രദ്ധിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കട്ടി പോലെ ജെല്ല് പോലെ ഇരിക്കുന്ന കാണാം. ജെല്ല് പോലെ ഒരു വെള്ളം. അത് ഈ ബാക്ടീരിയാസ് ആണ്. ആ ബാക്ടീരിയ അവിടെ ഇങ്ങനെ കൂടി ജീവിക്കുന്നതാണ്. ഓക്കെ മാഡം, അത് 100% ശരിയാണ്. നമ്മൾ ഈ GI പൈപ്പിലൂടെ വാട്ടർ അതോറിറ്റിയുടെ അതുപോലെ ജലനിധിയുടെയൊക്കെ പൈപ്പ് എവിടെയെങ്കിലും കണക്ഷൻ പൊട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് മാഡം ഈ പറഞ്ഞ അനുഭവം 100% കാണാറുണ്ട്. അപ്പൊ അത് ശരി ശരി. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. വളരെ വിലയേറിയ ഒരുപാട് അനുഭവത്തിന്റെ വെളിച്ചത്തിലും മാഡം പറഞ്ഞു തന്നത് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. താങ്ക് യു വെരി മച്ച്. ഡൗട്ട് ഉണ്ടോ?